അമ്പമ്പോ ഹമ്പടകേമ കുന്നംകുളത്തങ്ങാടി അച്ഛനും അമ്മയുമല്ലാതെല്ലാം കിട്ടണരങ്ങാടി ആരെന്തൊക്കെ ചെന്നാലും നാടാകെ പേരുള്ളങ്ങാടി പ്രാണൻ പോലെ വ്യാപാരം കാണുന്നു പാവം അങ്ങാടി ആത്താറ്റ് പള്ളിയിലെ ഔസേപ്പ് കത്തനാർ കെങ്കേമമാക്കിയൊരങ്ങാടി കുന്നും കുളങ്ങളും ചേരുന്ന നാടിലെ കുന്നംകുളം എന്നായ പേര് അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി പരമപുരാതനനാകും വണികൻ വണികനു പേരോ കോരാ കോരാ അവനു കിടാങ്ങളു കുരുവിള പ്രാഞ്ചീന്തേന്തത്ത തകതത്താരിത്ത തകതത്തുതത്തി വേറെ വഴിക്കൊരു കച്ചോടം കൂടണയാനൊരു തറവാട് തലമുറയുടെ തറവാട് പ്രാഞ്ചേരിക്കട മേലാള് കുരുവിളക്കിട രാജാവ് കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം കാണണ്ടേ കാണണ്ടേ മാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും പല വേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം അമ്പട അമ്പമ്പോ ബ്രാഞ്ചിയെ നീ പിന്നെയും പിന്നെയും കച്ചവടം പഠിക്കണല്ലേ? ഓരോ ദിവസം തോറും നമുക്ക് പുതിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭാവിച്ചേട്ടാ. പിന്നെ പഠിക്കാണ്ടെങ്ങനെ കുഴിയിലേക്ക് പോകുന്ന വരെ നമ്മൾ പഠിക്കണം. അത് പോട്ടെ, പെട്ടെന്ന് നമുക്ക് കയറുന്ന കമ്മീഷൻ കുറച്ചേ. ഹൈ മാറ്റില്ലാത്തത് മാറ്റത്തിന് മാത്രമുള്ളൊന്നും കേട്ടിട്ടില്ലേ? ആയിരിക്കും സാധനങ്ങൾക്കൊന്നും പഴവലല്ല. ഹൈ പച്ചക്കറിയുടെ വില കേട്ട പച്ച തെറിയ പറയുന്നു നമുക്ക്. അതിനെ ഹൈ എല്ലാത്തിനും വില കൂടുമ്പോ നമ്മുടെ സാധനത്തിനും വില കൂടില്ലേ? 50 രൂപ മൊത്തത്തിൽ കൂട്ടിയിട്ടുള്ളൂ. ആഹാ 50 രൂപ എന്താ വെറുതെ കിട്ടുവോ? വർത്താനത്തിനൊന്നും ഞാൻ ലേട്ടാ ഭാവിച്ചേട്ടാ. ഞാൻ ന്യായം വിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല. മൊത്തത്തിലുള്ള വില വ്യത്യാസം ഒന്ന് നേത്താൻ വേണ്ടിട്ട് ഞാനൊരു 50 രൂപ കൂട്ടിയിട്ടു. അല്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാവൂലേ? നീ അത് മറ്റുള്ളവരൊക്കെ മേടിച്ചടാ. പ്രാഞ്ചിയെ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ നല്ല സ്ഥിരം കസ്റ്റമർ അല്ലടാ. നല്ല അപ്പുള്ള കാലത്ത് തുടങ്ങിയതല്ല നമ്മുടെ ബിസിനസ്. എന്റെ ഭാവിച്ചേട്ടാ ഈ കാര്യത്തിൽ എന്ത് വർത്താനം പറഞ്ഞാലും ശരിട്ടാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു 50 രൂപ ഞാൻ കുറച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തമിഴന്മാരുണ്ടല്ലോ അരി ഇറക്കണവര്, അവര് 10 പൈസ എനിക്ക് കുറച്ച് തരില്ലേ? ആഹാ എന്നാ പ്രാഞ്ചിയെ കർത്താവാണ്. ഒരു കാര്യം ഓർത്തോ, ഇന്ന് മുതല് നമ്മുടെ ബന്ധം അവസാനിച്ചു കേട്ടാ. ഭാവിച്ചേട്ടാ 50 രൂപയുടെ കാര്യത്തിന് നിങ്ങൾ വഴക്കൂടി പോണട്ടാ. ഈ 50 5000 പോവും കയ്യിന്ന്. ഓലക്ക പിണ്ണാക്കെ ഒന്ന് പോയേരാ ഇവിടുന്ന്. പാപ്പച്ചനോടാ കളി. പാപ്പച്ചനെ ശരിക്കും അറിയില്ല. എന്തുട്ടാ ഇയാളുടെ അടുത്ത് പറയാ? എന്തത് എന്റെ കർത്താവേ? അയ്യോ നിങ്ങളുടെ രാവിലെ ഗുളിക കൈ വിടണം ഭാവിച്ചേട്ടാ. വിളിച്ചാലും കിട്ടില്ല. വർദ്ധു പ്രാഞ്ചാടിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് നേരണ്ട. ചെറുതായിട്ട് നീ ചെറുതാക്കണ്ടാ, അങ്ങോട്ട് വലുതായിക്കോ. കാശുണ്ടാക്കാൻ പറ്റിയ ഫീൽഡാ. ഞാൻ ആ വഴിക്ക് ചിന്തിക്കണത്, പക്ഷെ പ്ലാനിങ് അങ്ങോട്ട് ശരിയാവണില്ല. അതിപ്പോ എന്തുട്ടണ്ട, ഒന്നുമില്ല. പ്രാഞ്ചാടിനെ കുറിച്ച് എന്തുട്ടെല്ലാം അങ്ങോട്ട് പറഞ്ഞുണ്ടാക്ക്. പിന്നെ ഈ പ്രാഞ്ചി മഹാത്മ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കുക, ഒരു തമാശക്കേ. അതിൽ പല ബുദ്ധിജീവികളെ കൊണ്ട് എഴുതിക്കുക. അതൊന്നും നമ്മുടെ നാട്ടിലെ പൊട്ടന്മാര് വിശ്വസിക്കില്ല. ഇവിടുത്തെ ആൾക്കാർ എന്തിനാണ്ട വിശ്വസിക്കണേ? വിശ്വാസം അകലൊന്നുണ്ടാവണം. ഒരു ദൈവനെ അടുത്തുള്ളവർക്ക് വില ഉണ്ടാവില്ല. ഇത് കൈവിട്ട കളിയാവില്ലടാ. ചില കളികൾ കൈവിട്ട് കളിക്കണം. നിനക്ക് 10 കാശ് തടയേണ്ട കളിയുള്ള ചെവി. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ചായക്കടയിൽ 4 ആള് കൂടുന്നോർത്ത്
അവിടെയൊക്കെ ചെന്ന് പ്രാഞ്ചീനെ കുറിച്ച് അതിശയത്തോടുള്ള കഥകൾ പറയാം. ചിലരൊക്കെ വിശ്വസിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാത്തിന്റെ തുടക്കം. എന്നാ നീയും കൂടി ഒന്ന് വാ, തുടക്കം കുഷാറാകണം. നിനക്കുള്ള കമ്മീഷൻ തരാ ട്രഷവി. കമ്മീഷൻ കേട്ടപ്പോ എന്താ തൊള്ള നടക്ക്. നീ ഇവിടെ വന്നേ. വെറുതെ പ്രാഞ്ചിയുടെ പോലത്തെ സംഭവം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അരിപ്രാഞ്ചിയുടെ പാല് താങ്ങി കിടക്കണവരൊക്കെ എന്താ ഈ വഴിക്ക്? പ്രാഞ്ചേട്ടനൊക്കെ വലിയ സംഭവല്ലേ ജോണിയേട്ടാ. ഇപ്പൊ ദിവ്യാത്ഭുതങ്ങളല്ലേ കാണിക്കണേ. ദിവ്യാത്ഭുത അതന്നെ എന്റെ വയറുവേദന മാറ്റിയത് പ്രാഞ്ചേട്ടനല്ലേ? വയറുവേദന മാറ്റാൻ എന്താ പ്രാഞ്ചി ഡോക്ടറാ? അതൊന്നും എനിക്കറിയില്ല. ദേ ഈ വെറുതെ പറഞ്ഞിട്ടാ ഞാൻ ചെന്നത്. കാര്യം ചോദിച്ചറിഞ്ഞു പ്രാഞ്ചേട്ടൻ എന്റെ കണ്ണിലേക്ക് ഒരു നോട്ടം. പറഞ്ഞാ വിശ്വസിക്കില്ല. വയറിനകത്ത് കുട്ടികൾ പിടക്കണ പോലെയല്ലേ പിടക്കണേ. എന്നിട്ടെന്താ മൂത്രമൊഴിച്ചപ്പോ പോണത് നീല നിറത്തിലുള്ള വെളിച്ച. നീല നിറത്തിലുള്ള വെളിച്ചോ? ആ മൂത്രം പോലെ പകരം ടോർച്ചിന്റെ വെളിച്ചം പോലെ ഒരു നീല വെളിച്ചം. ഒരു 100-150 മീറ്റർ ദൂരേക്ക് കിട്ടും. അത്രയ്ക്ക് വെളിച്ച. ആ വെളിച്ചത്തിന്റെ അറ്റത്ത് പോർക്കും കുട്ടി പോലൊരു സാധനം. ആ സാധനം പിന്നെ എവിടേക്കാ പോയെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് വയറുവേദന ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നീ ടോർച്ചായിട്ട് അതാ ഉപയോഗിക്കുന്നത്? ഏയ് അപ്പൊ തന്നെ പഴയ പോലെ. എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടാ. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. എനിക്കത് ഓർത്തിട്ട് ഇപ്പോഴേ കോരി തരിക്കേ കണ്ടാ. നീ വന്നരാ പോവാം. ഇത് പറഞ്ഞു പിടിച്ചിട്ട് ഇപ്പൊ ശരിയാവോ? പറയാൻ പറ്റില്ലേട്ടാ. ആ ഈ വക കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇവിടെ പല സ്ഥലത്തും പലതും നടക്കണ്ടേ. അവന്റെ അപ്പന് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ഇവിടെ തോമാസാറിന്റെ ഭാര്യ തങ്കമ്മ കൊറേ നാളായിട്ട് കുട്ടികളില്ലാണ്ട് വിഷമിക്കുക. ഇന്നേക്ക് 10ാം മാസം ഒരു കുഞ്ഞിക്കാലാണെന്ന് കോരച്ചേട്ടൻ പറഞ്ഞു. പറഞ്ഞ പോലെ 10ാം മാസം ഒരു കുഞ്ഞിക്കാലിലെ കുട്ടി. ഒരു കുഞ്ഞിക്കാലിലെ കുട്ടിയാ? ആ അവൻ ഇപ്പൊ ലോട്ടറി വിറ്റല്ലേ ജീവിക്കണേ. ഇതിനെ കുറിച്ചൊന്നും ഒരാളൊരു പഠനം നടത്തിയിട്ടില്ല. അതാ കാര്യം. അതിനെങ്ങനെയുണ്ടാ? എല്ലാവർക്കും ഇതൊക്കെ ഒരു തമാശല്ലേ? തമാശയൊന്നല്ലട്ടത്. ഇതില് ശാസ്ത്രണ്ട്, മതമുണ്ട്. ചില പുണ്യാളന്മാരുടെ നിഴലുണ്ടല്ലോ, ചില ആൾക്കാരുടെ മേത്തേക്ക് അങ്ങോട്ട് വീഴും. പിന്നെ അവര് കർത്താവിന്റെ ആൾക്കാരായിട്ട് മാറും. ഇവിടെ പ്രാഞ്ചേട്ടന്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയേ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വലുതും പഠിക്കോ? വെറുതെ എങ്ങനെ ഇരുന്ന് തലോടും. എന്നിട്ട് ചോദിച്ചാലാ മണ്ണിയായിട്ടല്ല ഉത്തരം പറയണത്. എന്തായാലും ഇങ്ങനെ പോണിച്ചാലേ ഇവിടെ കുന്നംകുളത്ത് ഒരു പുണ്യാളെ ഉറപ്പാ. കർത്താവേ, നമ്മുടെ പ്രാഞ്ചേണ്ട മുഖത്ത് എന്താ ഒരു ശോഭ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു അവതാരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ലേട്ടാ. അതെ, ഇന്നലെ നമ്മുടെ പ്രാഞ്ചിയേട്ടന്റെ വീടിന്റെ മേലെയാണ് അമ്പിളിമാമ ഉദിച്ചുന്നത്. അതൊക്കെ പോട്ടെ, ഇന്നലെ ഞാൻ കണ്ട കാര്യം. ഇവിടെ പ്രാഞ്ചിയുടെ കാർ ഇതിലെ കടന്നു പോയിരുന്നു. ഒരു തലതെറിച്ച് ന്യൂജനത വെട്ടിച്ചാ പോയി. കുറച്ച് ദൂരം അങ്ങോട്ട് പോയുള്ളൂ. പട്ടയെന്നൊരു സൗണ്ട് കെട്ടിയ ടയറാണ് പൊട്ടി. ഇങ്ങനെയുള്ളവരെ വണ്ടിക്ക് ആരെങ്കിലും കടന്നു പോകാൻ നോക്കോടാ. ബുദ്ധില്ല പിശാചികൾക്ക്. ഇതന്നെ കാര്യം. പ്രാഞ്ചേട്ടൊരു ഭയങ്കര സംഭവമാണ്. ശരിയേട്ടാ, പ്രാഞ്ചിയേട്ട സംഭവം തന്നെയാ. തേങ്ങര മൂടാണ്. വെറുതെ ഓരോ കഥകളുണ്ടാക്കി മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കായിരിക്കോട്ടാ. അല്ലെങ്കിൽ തന്നെ ആൾദൈവങ്ങളെ കൊണ്ട് ഒരു പഞ്ഞൂല്ല ഇവിടെ. നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി രക്ഷവേ. വിവരം കൂടുന്നതിനനുസരിച്ച് ദൈവമില്ല എന്ന് പറഞ്ഞ ടീമല്ല നീയൊക്കെ. അനുഭവത്തിൽ വരുമ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ. ഇനി നിങ്ങളൊക്കെ കൂടി ആ പ്രാഞ്ചിനെ പുണ്യാളുണ്ടാക്കോ? നീ എന്തിനുണ്ടായി കളിയാക്കണേ? ദൈവം കർത്താവ് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവാ കൊടുത്തേക്കണേ. തൃശ്ശൂക്കാരുടെ പൈന്ന് കേട്ടില്ല. 750 ഇഡ്ഡലി ഒറ്റ ഇരിപ്പിന് നിന്നെ കൊണ്ട് പറ്റിയ. അയാൾക്ക് വേറെന്തോ കുഴപ്പമുണ്ട്. എന്തുട്ട് കുഴപ്പം? മരിക്കണ വരെ അയാൾ കച്ചവടം ചെയ്ത് നല്ല മാന്യായിട്ടാ ജീവിച്ചേ. അതൊരു കഴിവാണ്, ദൈവം കൊടുത്ത സ്പെഷ്യൽ കഴിവ്. അത് ശരിയാ. ചില ആളുകൾ ഈ കറണ്ട് കമ്പിയുടെ മേലെ തൂങ്ങി കിടക്കുന്നുണ്ട്. കേട്ടിണ്ട? അങ്ങനെ അതുപോലെ ടിവിയിൽ വരുന്ന റിയാലിറ്റി ഷോയിലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രകടനങ്ങളല്ലേ ആൾക്കാർ കാണിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ പ്രാഞ്ചേട്ടൻ കിട്ടിയ ഒരു കഴിവ്. അത്ര തന്നെ. എന്തൊട്ട് കഴിവ്? വെറുതെ എന്നെ കൊണ്ട് നോക്കിയാ നീ പോയായിരുന്നു. പിന്നെ എന്താ പറ്റിയ ഓരോരോ ജന്മങ്ങൾ ഇറങ്ങിയോ കേട്ടിയ. അങ്ങനെ കയറിയിരിക്കാറുന്നില്ലേ? വേണ്ട, അടിയങ്ങളോട് നിന്നോളാം. എന്തുട്ട് അടിയങ്ങളാ? ഒന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. ആര്? ഞാനാ? പരീക്ഷയിൽ ജയിക്കാനാ. എന്തുട്ടൊക്കെ ഈ പറഞ്ഞേ? സൂസേ, ആരവരൊക്കെ എന്താ അവരുടെ ആവശ്യം? അത് പിന്നെ പ്രാഞ്ചേട്ടാ,
അല്ല അങ്ങേക്ക് സൗകര്യപ്പെടുമെങ്കിൽ അവരെ ഒന്ന് സമാധാനപ്പെടുത്തി വിടണം. ഒരു കഷ്ടം നോക്കിയേ. ഞങ്ങൾ അന്ന് പിന്നെ എന്തിന് അതൊക്കെ മനസ്സിലാവാത്ത? അങ്ങയുടെ കഴിവുകള് തിരിച്ചറിഞ്ഞവരാ ഞങ്ങള്. എന്തുട്ട് കഴിവ്? ഞാൻ വഴക്കുണ്ടാക്കിയതിന് ശ്രദ്ധിക്കാണ്ട് റോട്ടിൽ ഇറങ്ങിയ ഒരാളെ വണ്ടി ഇടിച്ച് ആശുപത്രി കൊണ്ടുപോയാലോ? അത് മാത്രല്ല, ജോസേട്ടന്റെ മോൻ പരീക്ഷയിൽ ജയിക്കുന്നു പറഞ്ഞില്ലേ, അവൻ ജയിച്ചു. അവൻ കുത്തിരുന്ന് പഠിക്കണ കുട്ടിയാണ്, അവൻ ജയിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയില്ല. അതിനല്ലേ ഞാനും പറഞ്ഞല്ലോ. അങ്ങ് അത്രയ്ക്ക് വിനയൊന്നും കാണിക്കണ്ട. ഈ വീട്ടിൽ തന്നെ എന്തൊരു അതിശയ കാണിക്കണേ. സൂസൻ, നീ എന്താ ആളെ കളിയാക്ക? അങ്ങേക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് അങ്ങയുടെ മഹത്വം. ദേ ആ കരണ്ടിന്റെ മീറ്ററിലേക്ക് തുറച്ചു നോക്കിയിട്ട് അതിന് റീഡിംഗ് തന്നെ നിർത്തി കളഞ്ഞില്ലേ അങ്ങ്? എടി, അത് കേടായിട്ട് കിടക്കായിരുന്നു പോത്തെ, അല്ലാതെ ഞാനിങ്ങനെ തുറച്ചു നോക്കിയിട്ടൊന്നല്ല. ഞങ്ങൾ വന്ന സമയം ശരിയില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ പിന്നെ വരാം. എന്തേ ഞങ്ങളെ കാക്കണം? കഷ്ടം നോക്കിയത്. പ്രാഞ്ചിയെ, നീ എന്തായിരുന്നു ആലോചിക്കണേ? കേട്ടേ, പാപ്പച്ചനെ ബൈക്ക് കെട്ടിയത് ഞാൻ പറഞ്ഞിട്ടാന്ന് ഒരു പക്ഷെ കടയിൽ നിൽക്കണ ഭാസ്കരൻ തോന്നിണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ വിഷയം ഇത്രയ്ക്ക് അങ്ങോട്ട് വൈഡാവേണ്ട ഒരു കാര്യമില്ല. ആരും ഇതിന്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. അതിനെന്തത്ര സംശയം? നിന്റെ തലതെറിച്ച കൂട്ടുകാരുണ്ടല്ലോ, ആ വർദ്ധു, അവനിപ്പോ എന്തുട്ട പണിന്നറിയോ? നാടായ നാടൊക്കെ നിന്നെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു നടക്കുക. നീ ആരുടെ തലയില് കൈവച്ച് അനുഗ്രഹിച്ചുന്നോ, അയാളുടെ മകൻ 10ാം ക്ലാസ് പാസ്സായിന്നോ, അങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ തന്നെ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, പിന്നെ ഞാൻ കൈവച്ചാള്. എന്തായാലും അവൻ കൊണ്ടുപിടിക്കുന്നുണ്ട്. എന്തടി? അങ്ങ് കാരണമാണ് മറ്റേ കുട്ടനും ഭാര്യയ്ക്കും ലോട്ടറി അടിച്ചെന്ന് പറയുന്നുണ്ടായല്ല. അല്ല, അവര് പറഞ്ഞു അങ്ങാണ് അവർക്ക് 500 രൂപയുടെ ചേഞ്ച് കൊടുത്തതെന്ന്. എന്തുട്ട് നിങ്ങൾ കുറെ നേരം അങ്ങ് കുങ്ങെന്ന് പറയാൻ തുടങ്ങിട്ട്? അയ്യോ ചൂടാകല്ലേ, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാലല്ലേ ഞങ്ങക്ക് മനസ്സിലാവുള്ളൂ. നേരത്തെ നിങ്ങൾക്കും തലക്ക് പ്രാന്തായ? ഞാൻ ആ കുട്ടന്റെ കടയിൽ ചായ കുടിക്കാൻ കയറണാണ് നേരത്തെ. അവിടെ 5 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെങ്കായോടെ കിട്ടും. അത് കഴിക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് കയറണതാ. അപ്പൊ ആ സമയത്ത് ആ ലോട്ടറിക്കാരൻ വന്നു അവിടെ. അപ്പൊ കുട്ടനൊരു ലോട്ടറി വേണം. അവനൊരു 500 ഉറുപ്പ്യ എടുത്തു കൊടുത്തപ്പോ അയാളുടെ കയ്യിൽ ചേഞ്ച് ഇല്ല. എന്നാ ഞാൻ പറഞ്ഞു ഞാൻ തരാടോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചേഞ്ച് കൊടുത്തോണ്ട് ലോട്ടറി എടുത്തോണ്ടാണ് അയാൾക്ക് ലോട്ടറി അടിച്ചെന്നും പറഞ്ഞോണ്ട് അയാൾ നടക്കണേ. അതിന് ഞാനും തൊട്ട് പക്ഷേ അതാണ് കാര്യം. അതന്നെ കാര്യം. പ്രാഞ്ചിയെ, നീ കുടുങ്ങിട്ടാ. ഏട്ടാ, നിങ്ങളെല്ലാവരും കൂടി വെറുതെ ഇതിന് വട്ടം പിടിക്കാൻ കരുതിട്ടാ. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരൊക്കെ കൂടി ബഹുമാനിച്ച് മനുഷ്യനെ പ്രാന്താക്കിക്കൊണ്ടിരിക്കുക. നീ എന്തിനാണ് ഞങ്ങളോട് ചൂടാവണേ? നീ ആദ്യം നിന്റെ കൂട്ടുകാരെ വർദ്ധൂന് നേരാക്ക്. അവൻ പറഞ്ഞു പറഞ്ഞാ നീ ഇങ്ങനെ പുണ്യാളനാവണേ. അവനെ ഞാൻ കൊടുക്കണ്ട്, അവനെ ഞാൻ കാണട്ടെ. അല്ലെങ്കിൽ ആൾക്കാരെ കൂടിയിട്ട് അന്യം കൂടി കുരിശി കയറ്റും. എന്തുട്ട് ഞാൻ പറഞ്ഞപ്പോഴപ്പോ കറണ്ട് പോയാ? പിന്നെ കറണ്ടാ വരട്ടെ. പ്രാഞ്ചിയെ, വർദ്ധു പറഞ്ഞത് നേരാണോടാ? വെറുതെ മനുഷ്യനെ പ്രാന്തിപ്പിക്കരുതിട്ടാ. ഞാൻ ഇവനെ ഇടാന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ. വിളിക്കണ്ടാട്ടാ. കോള് പോണില്ലെന്ന് പറഞ്ഞിട്ട് ഇതില് കാശൊന്നുമില്ലല്ലോ. കാശ് കേട്ടിട്ട് ഒരു മാസമായി. പിന്നെ എങ്ങനെയാ കോള് പോവാ? ഒന്ന് പോയരക്കന്നേ. എന്താ പറ്റിയേ? നമ്മള് തമാശക്ക് പറഞ്ഞ കഥകളൊക്കെ ശരിയായി തുടങ്ങിയടാ. ശരിയായി തുടങ്ങിയ? എന്താ കാര്യം? പ്രാഞ്ചിക്ക് ദിവ്യ ശക്തി ഉണ്ട്. കുരുവേട്ടന പറഞ്ഞ. എന്തുട്ട് പറഞ്ഞു? ഇന്നലെ രാത്രി 7 മണിക്ക് പ്രാഞ്ചേട്ടന്റെ വീട്ടിലെ കറണ്ടാ പോയി. കറണ്ട് ഓഫീസിലേക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞു തെങ്ങ് വീണാണ്, നാളെ കാലത്തെ കറണ്ട് വരുള്ളൂ. എന്നിട്ടെന്താ, പ്രാഞ്ചേട്ട കണ്ണടച്ചാണ്ട് പ്രാർത്ഥിച്ചു. തെങ്ങ് നിവർന്ന? അല്ലട ശവി, കറണ്ടാ വന്നു. അതെങ്ങനെ? അതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്ത. പറഞ്ഞ് സംഗതി കാര്യായ. അങ്ങനെയൊക്കെ സംഭവിക്കോ? അങ്ങനെ പറഞ്ഞ ഞാനിപ്പോ എന്തിട്ടാ പറയാ? നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ആ പ്രഭാകരൻ മാഷ് ഒന്ന് പോയി കാണാം. ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലെന്ന് നമുക്കൊന്നും അറിയാലോ. സംഭവം ശരിയാ. ആ ഡൗട്ടാ തീർക്കാം.
വിശ്വസിച്ചാൽ ഫലം കിട്ടും. എങ്ങനെ? കിട്ടുന്ന ഫലം വിശ്വാസം കൊണ്ടാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ബ്രാഞ്ചിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? മാഷില് ഞങ്ങൾക്കുള്ള വിശ്വാസം പോയി. കാരണം ഞങ്ങൾ ചോദിച്ചതിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു മറുപടി. ഓ, വ്യക്തമായില്ലല്ലേ? വ്യക്തമാക്കാം. പുഴകളെ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താം, എന്നാൽ ഉറവകളെ നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കുമോ? ഇന്നത്തെ കൊഴിഞ്ഞ പൂക്കളിൽ നാളത്തെ ഉണർത്തുവിത്തുകളുണ്ട്. പരിപൂർണമായ സന്തോഷം സാധ്യമല്ലാത്തതുപോലെ പരിപൂർണമായ വിശ്വാസവും സാധ്യമല്ല. പ്രാഞ്ചി ഒരു പ്രതീകം മാത്രമാണ്. നീ പോരണ്ട, ഇയാളെന്തിട്ടാ പറയണെന്ന് ഇയാൾക്ക് തന്നെ അറിഞ്ഞൂടാട്ടാ. അല്ല, നിങ്ങളുടെ സംശയം തീർന്നില്ലേ? പിന്നെ വന്നേരാ എന്തൊക്കെ പറഞ്ഞു കൂട്ടിയ കുന്നംകുളത്തങ്ങാടി കുന്നംകുളത്തങ്ങാടി എന്താ പറയുക ചേട്ടാ? പ്രാഞ്ചേട്ടാ, ഞാൻ കേട്ടത് നേരാണോ? നിങ്ങൾ ഇന്നലെ രാത്രി കറണ്ട് ഇല്ലാണ്ട് വീട്ടിലെ ലൈറ്റ് മുഴുവൻ കത്തിച്ചാ? ആടാ ഉവ്വ് കത്തിച്ചു. ആ, ഞാൻ ഇപ്പൊ എന്താ മനസ്സിൽ വിചാരിക്കണ വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് നടക്കും. കാണണം നിനക്ക്? ആ കാണണം. അതെ, ഈ നിലയ്ക്ക് പോയി നിങ്ങളെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ടോ പറഞ്ഞേ? പാവം മനുഷ്യരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് പുതിയ അവതാരമുള്ള പരിപാടി ഉണ്ടല്ലോ, അത് ഇവിടെ വേണ്ട. അല്ലെങ്കിൽ തന്നെ ഈ നാട് കൊളന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ നിന്റെ ഒരു പുണ്യാളം ചമയില്. ഏയ്, നീ കാര്യം അറിയാണ്ട് വല്ലതൊക്കെ വിളിച്ചു പറയണ പോരാ. ഇവന്റെ പോലെ മൂന്നാലെണ്ണത്തിനെ ചായക്കടയിലും മാർക്കറ്റിലും വിട്ട് നിങ്ങളെ കുറിച്ച് വേണ്ടാത്ത കഥകൾ പറഞ്ഞ് പുണ്യാളിനൊക്കെയുള്ള പരിപാടി ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോ. ഇല്ലെങ്കിൽ പ്രാഞ്ചേട്ടാ വിവരറിയും. നിങ്ങളപ്പോ പ്രാഞ്ചേട്ടന്റെ ദിവ്യാത്ഭുതങ്ങൾക്കൊന്നും സാക്ഷിയല്ല അല്ലേ? പിന്നെ ഞാൻ പ്രാഞ്ചേട്ടൻ പേടിക്കണ്ട, ഇതൊക്കെ പറഞ്ഞു. അയ്യോ, നീ എന്നെ കൊണ്ടോ ചെയ്യിപ്പിക്കില്ലേ? മനസ്സിലായില്ല. അല്ല, നിന്നെ പറഞ്ഞ കാര്യമില്ല. ഇത്രയും സാക്ഷ എന്ന് പറയുന്ന കേരളീയരെ പറഞ്ഞാൽ മതിയല്ലോ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലടാ മോഹൻദാസേ. നിനക്കിപ്പോ എന്താ പ്രശ്നം? അന്ധവിശ്വാസം ഒരു തലമുറയെ തന്നെ വഴിതെറ്റിക്കും, അറിയോ നിനക്ക്? സത്യം പറയാലോ, പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ പ്രാഞ്ചേട്ടനെ അന്വേഷിച്ച് വരുന്നുണ്ട്. അവരൊക്കെ തിരിച്ചു പറഞ്ഞയക്കണത് നീയും നിന്റെ സംഘടനക്കാരെന്നറിയാം. എന്തുട്ടനുണ്ട് ദാസത്? ഇത്തരം മണ്ടത്തരങ്ങളെ എതിർത്തില്ലെങ്കിലേ പണ്ട് വിവേകാനന്ദ പറഞ്ഞ പോലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നല്ലേ? അത് വിവേകാനന്ദനാ പറഞ്ഞേ? എന്നെ പ്രാന്തി പിടിപ്പിക്കോ. മോഹൻദാസ്, നീ കരുതണ പോലെയല്ല. പ്രാഞ്ചേട്ടൻ എന്തോ കഴിവുണ്ട്, ഉറപ്പാ. മേലി നീ കാര്യം ഇവിടെ പറയുന്നത് എന്റെ ചെവിയില് കേട്ടാ, അന്ന് നിന്റെ കൊള്ളൂർ ഞാൻ. പ്രാന്ത് മൂത്ത് നാഗവല്യ അത് പോരാ. പരിപാടി കൊണ്ട് നടക്കാൻ കുറെ നാളായവൻ അന്ധവിശ്വാസം കൊണ്ട് നടക്കണ കന്നാലികൾ ഇറങ്ങിയേക്ക. പാമ്പ് കടിച്ചിട്ടാണല്ലോ മരിച്ച്, വിഷമുള്ളാന്ന് കേട്ട്. പിന്നെ പ്രായം കുറെ ആയതാണല്ലോ. എനിക്ക് മനസ്സിലാവാത്തതല്ല, ആരെങ്കിലും ഒന്ന് മരിച്ചു കേൾക്കുമ്പോൾ നമ്മൾ ഈ റീത്തും കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് പോണതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു നിയമം? അങ്ങനെ ആരെങ്കിലാണോ മരിച്ചതാരാ? ക്ലീറ്റസിന്റെ അപ്പൻ. ഈ ക്ലീറ്റസ് ആരാ? നമ്മുടെ അങ്ങാടിയിലെ കച്ചവടം നടത്തുന്ന ഒരാള്. അപ്പൊ നമ്മൾ ഈ വ്യാപാരി വ്യവസായ അസോസിയേഷന്റെ ആൾക്കാരാവുമ്പോ നമ്മൾ ചെല്ലണു, റീത്ത് വെക്കണു, പ്രാർത്ഥിക്കണു, ഇങ്ങോട്ട് പോരണു. എനിക്കിപ്പോ അതല്ല പേടി. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ മരിച്ച ക്ലീറ്റസിന്റെ അപ്പൻ മാർപ്പാപ്പനെ കണ്ട മാതിരി എനിട്ടിരിക്കുന്നാ. എന്നാ പിന്നെ പ്രാഞ്ചേട്ടനെ പൊക്കിയെടുത്ത് അപ്പൊ തന്നെ വല്ലോടത്തും കൊണ്ട് പ്രതീക്ഷിക്കും. വല്ലും പറയണ്ടാ. ആ മോഹൻദാസിനെ പോലുള്ളവരുള്ളോണ്ടാ ഞാൻ ഇപ്പൊ മനുഷ്യന്മാരെ പോലെ ഇങ്ങനെ നടക്കണേ. അവന് കുറച്ച് കാശ് കൊടുത്തു നോക്കിയാലോ? അല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ സമാധാനില്ല. അവളുണ്ടല്ലോ സൂസ, അവളിപ്പന്റെ ഭാര്യയല്ല. എന്തേ? ഞാൻ ഗുരുവും അവളെന്റെ ശിക്ഷയും. കാലിന്റെ ചോട്ടിൽ അവളിപ്പോ കിടക്കണേ. അത് ശരി. കഷ്ടകാലത്തിന് ഏറും മുഖവും ഒക്കണ പോലെ എല്ലാം നടക്കണുണ്ടേ. അതന്നെല്ലടാ ഈ വിശ്വാസം എന്ന് പറയണത്. ക്ലീറ്റസിന്റെ അപ്പം മരിച്ചെന്ന് കേട്ടപ്പോഴേ ഞാൻ കരുതിയതാ പ്രാഞ്ചേട്ടനെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ. എന്തുട്ട് പ്രാഞ്ചേട്ടാ? റീത്തൊക്കെ ആയിട്ട് നിങ്ങളെങ്ങട്ടാ? ഞങ്ങൾ ആ ക്ലീറ്റസിന്റെ അപ്പം മരിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അവിടേക്കൊന്ന് പോവാ. അതിനാ ഇയാള് ഇതുവരെ ചത്തിട്ടൊന്നുമില്ലേ? എന്ത് മരിച്ചു എന്ന് കരുതി അന്തിയാറങ്ങളൊക്കെ തുടങ്ങാൻ നിൽക്കാറേ. അപ്പോഴൊരു തമാശ. എന്തുട്ട്? സ്വർണം പണയം വെച്ച് പലിശ കാശ് കൊടുക്കുന്ന ആളിന് ക്ലീറ്റസിന്റെ അപ്പൻ. മെത്രാൻ വന്ന് കർമ്മം ചെയ്യണേന്റെ ഇടയിലേ സ്വർണ്ണ കുരിശെടുത്ത് മുത്തിച്ച്. അപ്പണ്ടല്ല ഇയാള് ചാടി ഇങ്ങോട്ട് എണീറ്റിരുന്നു. എന്നിട്ട് പറയാ ആ കുരിശ് മേടിച്ച് വെച്ചിട്ടേ ഒരു 3000 എടുത്ത് കൊടുക്കാൻ. അങ്ങേർക്ക് ആയുസുണ്ട്, അത്ര തന്നെ.
അയാളത് പണയം വെക്കാൻ കൊണ്ടുവന്നു കരുതിണ്ടവിടെ. ഇതിൽ നിന്നും എന്തും മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കണ? പാമ്പ് കടിച്ച് അത്ര പെട്ടെന്ന് ആള് മരിക്കില്ല. ഡോക്ടർമാർക്ക് തെറ്റുപറ്റിണ്ടാവേ. പക്ഷേ ഞാൻ അതിനങ്ങനെ കാണുന്നില്ല കേട്ടാ. കുറച്ചു മുമ്പ് പ്രാഞ്ചേട്ടൻ പറഞ്ഞല്ലുള്ളൂ, പ്രാഞ്ചേട്ടൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ക്ലീറ്റസിന്റെ അപ്പ എണിച്ചിരിക്കുന്നു. ഇപ്പൊ നടന്നില്ല, ഇപ്പൊ എന്തായി കണ്ട സംഭവിച്ചില്ലേ? പ്രാഞ്ചിയെ വെറുതെ വേണ്ടാത്ത കഥ മെന്നുണ്ടാക്കരുതിട്ടാ. ഈ റീത്തുണ്ടല്ലോ നിന്റെ നെഞ്ഞത്താ വെക്കും ഞാൻ. ഇത് നടക്കണ് ഇപ്പൊ അങ്ങോട്ട് കളയാലേ. അല്ലാണ്ട് പിന്നെ എന്തുട്ട് ചെയ്യാനാ? അയ്യോ എന്റെ എന്താ അവിടെ? എന്താ മച്ചേ? മോഹൻദാസിന്റെ അച്ഛൻ മരിച്ചു. എപ്പോ? ഇപ്പൊ ഒന്നും പറയണ്ട, ഞാൻ പോവാ. പ്രാഞ്ചേട്ടാ ഇനി ഒന്നും നോക്കില്ല, ഈ റീത്തിന് ആവശ്യക്കാരനായി. നമുക്കേ അവിടെ കയറിട്ടാ പോവാ. എന്താ അല്ലേ? നടക്കാൻ കിട്ട ഉണ്ടല്ലടാ ഇങ്ങോട്ട് വാ. എന്തത്? പ്രാഞ്ചേട്ടാ അച്ഛനൊരു കേടുണ്ടായിരുന്നില്ല. നെഞ്ച് തടവന്ന് ഇവിടെ കിടന്നു. ഞാൻ ഇത്തിരി വെള്ളം കൊടുത്തു. അപ്പുറത്തെ വീട്ടിൽ അമ്മണി ചേർത്തി ഇവിടെ ഉണ്ടായിരുന്നേ. മരണല്ലടാ, ജീവിതത്തിൽ എന്തായാലും ഒരു ദിവസം ഉണ്ടാവില്ലേ. എനിക്കതല്ല അത്ഭുതം, കുന്നങ്ങൾ തങ്ങാടി കിടക്കുന്ന പ്രാഞ്ചേട്ടൻ ഇത്ര പെട്ടെന്ന് റീത്തായിട്ട്. പ്രാഞ്ചേട്ടന് ഒരു വെളിപാടുണ്ടായി. പ്രാഞ്ചേട്ടാ ഇനി ഒന്നും പേടിക്കാനില്ല, എല്ലാം ശരിയായി. എണീക്ക് മോനാ, എണീക്ക്. ശരി മോനാ, പോവാ. എന്റെ പുണ്യാളാ.